ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെല്ല PSC. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെല്ല PSC. അപ്പോ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2026 ടൈപ്പിസ്റ്റ് യോഗ്യതയിൽ നടക്കുന്ന മത്സര പരീക്ഷകൾ. അപ്പോൾ എന്താണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ 2026 ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ ഒരുപാട് നടക്കുവാൻ സാധ്യതയുണ്ട്. നിലവിൽ LD ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലേ സാറേ? LD ടൈപ്പിസ്റ്റ് വേരിയസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി നോട്ടിഫിക്കേഷൻസ് ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. ഇനി വിളിക്കാനും ഉണ്ട്. അതായത് 2026 ഒരു വലിയ ഒരു അവസരങ്ങളുടെ വർഷം തന്നെയാണ് ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കെല്ലാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറി, കുറച്ച് പേരൊക്കെ ലിസ്റ്റിൽ ഉണ്ട്. സപ്ലിമെന്ററിയിലായിരിക്കാം, അല്ലെങ്കിൽ ആ ലിസ്റ്റിന്റെ താഴെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ലിസ്റ്റിൽ പെടാത്ത ഉദ്യോഗാർത്ഥികളും ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സുവർണ അവസരമാണിത്. കാരണം ഓൾറെഡി ഇവർക്ക് ഒരു നോളജ് ഉണ്ട്. ആ നോളജിനോടൊപ്പം ഈ ഉള്ള സമയവും കൂടി പ്രൊഡക്റ്റീവായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർക്ക് ജോലിയിൽ എത്താനായിട്ട് സാധിക്കും. അത് വലിയൊരു അവസരമാണ് കേട്ടോ. അപ്പോൾ LD ടൈപ്പിസ്റ്റ് വേരിയസ് വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു സംഗതിയാണ്. ശരിയല്ലേ? അതെ. LD ടൈപ്പിസ്റ്റ് വേരിയസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ പ്ലസ് പോയിന്റ്. കാരണം ഈ ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും നിയമനം നടക്കും. മറ്റേ സ്റ്റേറ്റ് വൈഡ് എക്സാമുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് മൊത്തത്തിലാവുമ്പോൾ ഒരു നിയമന സാധ്യത വളരെ കുറവാണ്. കോമ്പറ്റീഷൻ കൂടുതലാണ്. കട്ട് ഓഫ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറയുന്ന വേരിയസ് ഡിസ്ട്രിക്ട് വൈസ് ആകുമ്പോൾ കട്ട് ഓഫ് അത്രയേറെ ഒരു 60-നപ്പുറത്തേക്ക് നമുക്ക് വലിയ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം ചില റെയർ ആയിട്ടുള്ള ജില്ലകളിൽ മാത്രം, തിരുവനന്തപുരം അങ്ങനെ ചില ജില്ലകളിൽ മാത്രമേ കട്ട് ഓഫ് കൂടുകയുള്ളൂ. തിരുവനന്തപുരം, എറണാകുളം പോലുള്ള നമുക്കറിയാമല്ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള ജില്ലകൾ. അതുപോലെ തന്നെ നമുക്ക് സർക്കാർ ഓഫീസുകൾ കൂടുതലുള്ള ജില്ലകളിൽ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സരം എന്നുള്ള രീതിയിൽ അവിടെ കൂടുതലായിരിക്കും. പക്ഷെ കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, അതായത് കൃത്യമായി സിലബസ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അയാൾക്കൊരു 75-80 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന. ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പിസ്റ്റിന്റെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. വളരെയധികം സിമ്പിൾ ആണ്. കാരണം കാര്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ലിസ്റ്റിൽ വന്ന് ജോലി അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം ചോദ്യങ്ങളെല്ലാം മിക്കവതും എന്താണ്, ആവർത്തനമാണ് അല്ലെ? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ആ പരീക്ഷയുടെ ഓപ്ഷനിൽ കിടക്കുന്ന ഒരു ആൻസറിനെ അല്ലെങ്കിൽ ഓപ്ഷനിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഗതിയെ ചുറ്റിപ്പറ്റിയായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു പ്ലസ് ആണ് സാർ. അത് ക്വസ്റ്റ്യൻ വ്യക്തമായി അനലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് മനസ്സിലാവും. പക്ഷെ പലരും പറയും, നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട്. 2019 പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റ് നിർത്തലാക്കുകയാണെന്ന്. പക്ഷെ 2026 നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് കഴിഞ്ഞ കൊല്ലം കേട്ടു ഈ പോസ്റ്റ് നിർത്തലാക്കുന്നു. പക്ഷെ ഇപ്പോൾ 2026 വലിയൊരു അവസരമായിട്ടാണ് PSC വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സാർ നമുക്ക് നോട്ടിഫിക്കേഷൻ അതായത് ആദ്യം നമ്മൾ നോക്കുന്നത് സാറേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഈ വർഷം ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ സാധ്യതയുള്ള, എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ് LD ടൈപ്പിസ്റ്റ്, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഈ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന്റെ യോഗ്യത, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് നോക്കേണ്ടത്. കാരണം SSLC KGT കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ, അതായത് വേർഡ് പ്രോസസ്സിംഗ് ക്വാളിഫിക്കേഷൻ, അതായത് KGT പാസ്സായ ഉദ്യോഗാർത്ഥികൾ എന്തായാലും വേർഡ് പ്രോസസ്സിംഗും ഓൾറെഡി അതിന്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് പഠിച്ച് പാസ്സായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലോവറും ഹയറും വേണം എന്ന് പലരും പറയും. പക്ഷെ അവിടെ അത് വേണ്ട. ഇവിടെ വേരിയസിന് ലോവർ മാത്രം മതി. KGT മലയാളം ഇംഗ്ലീഷ് ലോവർ മാത്രം മതി. ഹയർ ക്വാളിഫിക്കേഷൻ ഇവിടെ വേണ്ട. അപ്പോ എന്താണ്, ഇപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് അത്യാവശ്യം ഈ ടൈപ്പ് റൈറ്ററിനെ കുറിച്ചും വേർഡ് പ്രോസസ്സിനെ കുറിച്ചും ഒരു നോളജ് ഉണ്ട് അല്ലെ? അതാണ് ഇതിന്റെ വാസ്തവം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി കോർ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻ ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ചില ഉദ്യോഗാർത്ഥികൾ, നമ്മളിപ്പോ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഓരോ സംശയങ്ങൾ കേൾക്കുന്നതുകൊണ്ട് പറയാണ്, ചിലപ്പോൾ ഈ KGT പാസ്സായ ലോവർ ഹയർ പാസ്സായിട്ടുണ്ടാവും. ഇവിടെ ലോവർ ക്വാളിഫിക്കേഷൻ മതി, അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഈ ലോവർ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് ചിലപ്പോൾ ഒരു അവയർനെസ് കുറവായിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കണ്ട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്ത് സംശയം ഉണ്ടെങ്കിലും അധ്യാപകരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക അല്ലെ? അതായത് നിങ്ങൾക്ക് അറിയില്ല അല്ലെ, വേർഡ്, എക്സൽ, പവർ പോയിന്റ് എനിക്ക് അറിയില്ല, ഫണ്ടമെന്റൽസ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ്
നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഏരിയ മാത്രമാണ്. വളരെ നമുക്ക് സമയമുണ്ട്, പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് സാർ. കാരണം ഒരു 5, 6, 7 മാസം കൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ ഈ സിലബസ് ഒരു 2 മാസം കൊണ്ട് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയും ടൈം ഉണ്ട്. സിലബസ് മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ റിവിഷനുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകൾ എടുത്തു വെച്ച് പഠിക്കാനുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഇതിൽ എക്സ്പേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാനുള്ള അവസരവും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇവിടെ പറയാൻ കാരണം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേഡ്, എക്സൽ, പവർ പോയിന്റ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. 40 മാർക്കാണ് ഇവരുടെ കോർ സബ്ജക്റ്റ് ആണ്. ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ തസ്തികയുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ് ഈ വേർഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഫണ്ടമെന്റൽസ് ഉൾപ്പെടെ 40 മാർക്കാണ്. പിന്നെ ഫണ്ടമെന്റൽസ് ഇവർ ക്രാക്ക് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജനറൽ PSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. LD ലെവൽ പരീക്ഷകൾക്കും മറ്റ് 10ാം ക്ലാസ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം ഇപ്പോൾ IT നിർബന്ധമാണ്. അപ്പൊ അതിൽ ഇവർ ഫണ്ടമെന്റൽസ് ഒക്കെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ട് ഫണ്ടമെന്റൽസ് അവർക്ക് വരില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അധികം സമയം നമുക്കൊരു 3 മാസം കൊണ്ട് ഈ പറയുന്ന 40 മാർക്കിന്റെ ഏരിയ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നീടുള്ള സമയം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 40 മാർക്കിന്റെ ഏരിയ പഠിച്ചതിന് ശേഷം ഇതിന്റെ ഭാഗമായിട്ട് മുൻ വർഷങ്ങളിൽ PSC നടത്തിയ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് റിവിഷൻ ചെയ്യുമ്പോൾ ആ ഒരു ട്രാക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരിക മാത്രമല്ല, റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിൽ തന്നെ വരികയും നമുക്ക് അഡ്വൈസ് വരികയും ചെയ്യും. അപ്പം ഇതിനകത്ത് നമുക്ക് ഇനി പറയാനുള്ളത്, അപ്പൊ ക്വാളിഫിക്കേഷൻ യോഗ്യത LD ടൈപ്പിസ്റ്റിന്റെ വ്യക്തമായി ലോവർ ഗ്രേഡ് KGT ടൈപ്പിസ്റ്റ് ടൈപ്പ് റൈറ്റർ യോഗ്യത നേടിയാൽ മതി. ഇനി നിയമനം 14 ജില്ലകളിലാണ്. അതായത് ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഓരോ ജില്ലയിലും സെപ്പറേറ്റ് കട്ട് ഓഫുകളും ആയിരിക്കും. അതെ, അവർക്ക് അവരുടെ സ്വന്തം ജില്ലകളിലോ അല്ലെങ്കിൽ നിയമനവും മുൻവർഷ കട്ട് ഓഫും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ജില്ലയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കട്ട് ഓഫ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 75 മാർക്കിന് മുകളിൽ ഒരു 80 മാർക്കെങ്കിലും സ്കോർ ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കണം. അല്ലാതെ എനിക്ക് കഴിഞ്ഞ വർഷം ആ ജില്ലയിൽ ഇത്ര കട്ട് ഓഫ് ആയിരുന്നുവെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ ആ കട്ട് ഓഫ് വാങ്ങിയാൽ മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പഠിക്കുന്നവരാണ്. വർഷങ്ങളായിട്ട് പഠിച്ച് കഴിഞ്ഞ ലിസ്റ്റിൽ കയറി പോകാൻ പറ്റാത്ത, ജോലി കിട്ടാത്തവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവര് മുൻ വർഷങ്ങളിൽ പഠിച്ച റിവിഷനാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങുന്ന നമ്മുടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെയുള്ളവരും ജോലിയിൽ കയറുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. അത് ശ്രദ്ധിച്ച് വളരെ കാര്യക്ഷമമായിട്ട് പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവർ LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാലും ഇനിയും പുറകെ മറ്റ് പരീക്ഷകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ആ പരീക്ഷകൾക്ക് കൂടി നിങ്ങൾക്ക് ഒരു ഒറ്റ തയ്യാറെടുപ്പ് എടുത്താൽ മതി. നിങ്ങൾക്ക് പ്രത്യേകം പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കിനി നെക്സ്റ്റ്, അതായത് ഈ നോട്ടിഫിക്കേഷന്റെ ഒന്ന് കാണാം. നോട്ടിഫിക്കേഷൻ കണ്ടോ, LD ടൈപ്പിസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 631/2025 എന്ന കാറ്റഗറി നമ്പറിലെ നോട്ടിഫിക്കേഷൻ വിളിച്ചു. അപ്ലൈ ചെയ്തവരായിരിക്കും നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ജില്ലകളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതീക്ഷിത ഒഴിവുകളാണ് കേട്ടോ. കാരണം നമുക്കറിയാം എല്ലാ വർഷവും മെയ് മാസം ആകുമ്പോഴത്തേക്ക് റിട്ടയർമെന്റ് നന്നായിട്ട് നടക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ 90കളുടെ തുടക്കത്തിലൊക്കെ സർവീസിൽ കയറിയിട്ടുള്ള പലരും ഈ വരുന്ന മെയില് റിട്ടയർ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള വേക്കൻസി വരാനായിട്ടുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് കേട്ടോ. അതുകൂടി നിലവിൽ നമ്മുടെ ഒരു ലിസ്റ്റ് റണ്ണിംഗ് ആണ്. നിലവിൽ പോസ്റ്റിംഗ് നടക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് എന്ന് കട്ടാവുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ലിസ്റ്റ് രീതിയിലാണ് PSC ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ ലിസ്റ്റ് കട്ടാവുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് PSC കാര്യങ്ങൾ ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഡിസ്ട്രിക്ട് വൈസ് എക്സാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേരിയസ് LD ടൈപ്പിസ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സാർ ഇതിനകത്ത് ഏറ്റവും ഇവർക്കുള്ള ഒരു വലിയൊരു സുവർണാവസരം, അല്ലെങ്കിൽ ഈ ഒരു LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, ഒരു വലിയൊരു അവസരമാണ് PSC നൽകിയിരിക്കുന്നത്. അതായത് ജനറൽ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറയുന്നുണ്ട്. അതായത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എണ്ണം കുറവാണ്. പക്ഷേ ഇതിന്റെ ഒരു മറ്റൊരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളവരെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇതിന്റെ ചാൻസിനെ കുറിച്ച് അറിയാം. അപ്പം നമ്മളൊരു സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു രീതി ഇതിനകത്ത് നമുക്ക് ഫോളോ ചെയ്ത് പോയാൽ വിജയത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടിയുള്ള പഠനം മാത്രമാണ് നിങ്ങളെ വിജയത്തിലേക്ക്. ഒരു ഗ്ലാമർ പോസ്റ്റും കൂടെ ആണ്. സിസ്റ്റം വർക്കാണ്, പ്യൂർലി സിസ്റ്റം വർക്കാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം. അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ PSCയിലോ ഒക്കെ ആയിരിക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്യാബിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പൊ അത് ഒരു പ്രത്യേക ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഇതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു Glamour post സ്വഭാവം ആണ് ഒരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാം ആണ് ഈ 2026 തന്നെ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ്. ഈ ഒരു കാര്യം കൂടെ ഞങ്ങൾ ഇവിടെ എടുത്ത് പറയാൻ കാരണം ഈ രണ്ട് പോസ്റ്റിലേക്കുമാണ് ഏറ്റവും കൂടുതൽ ബൾക്ക് പോസ്റ്റിംഗ് നടക്കാനായിട്ട്. കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് നടക്കാൻ പോകുന്ന ഇതാണ്. അതെ അതെ. അപ്പൊ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സാറേ പറഞ്ഞോളൂ, നമ്മുടെ ഏതൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? അപ്പോ സാർ ഇപ്പൊ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ കോർപ്പറേഷൻ കേട്ടോ, അതായത് സർക്കാരിന്റെ കീഴിലുള്ള കമ്പനീസിലും കോർപ്പറേഷനിലുമുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. അതായത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് സിഡ്കോ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. അപ്പൊ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തസ്തികയിൽ വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം 9 സ്ഥാപനങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് ബൾക്കായിട്ടുള്ള വേക്കൻസീസ് അവിടെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം റിട്ടയർമെന്റ് ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവ് കൂടിയാണിത്. അതുപോലെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ആണ്, ഗ്രേഡ് 2. അപ്പം ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇതിനകത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് പോയിന്റ് ചെയ്തോളണം. അതായത് ഇതിനകത്തുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ജോലി കിട്ടുന്ന ഒരു ആള് നോർമലി നമ്മുടെ വേരിയസിലും ഉൾപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അയാൾ എന്ത് ചെയ്യും, അവിടെ NJD കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഒരു തൊട്ട് താഴെ കിടക്കുന്ന റാങ്കുകാരൻ. അതൊരു പോയിന്റ് ആണ്, അതൊരു വലിയൊരു പോയിന്റ് ആണ്, അത് വലിയൊരു പ്ലസ് ആണ്. അത് എല്ലാവരുടെയും മനസ്സിൽ വേണം. കാരണം ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഇത്രയും നോട്ടിഫിക്കേഷൻ ഒന്നിച്ചു വന്നു, ഇതിനെല്ലാം ഒന്നിച്ചു പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ലിസ്റ്റിലേക്കും വരുന്നവര് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജോലി അന്വേഷിച്ചു പോകുമ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾക്ക്, അതായത് റാങ്ക് ലിസ്റ്റിൽ അയാൾക്ക് താഴെ കിടക്കുന്ന അല്ലെങ്കിൽ താഴോട്ടുള്ള റൊട്ടേഷൻ ചാർട്ട് മൊത്തത്തിൽ മാറി നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കുന്ന റൊട്ടേഷൻ ചാർട്ട് ഡിലീഷനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറും. ഇപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഒരു സംശയമാണ്, നിയമനം കുറയും അല്ലെങ്കിൽ ഒരു ചെറിയ ലിസ്റ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത് എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഈ ടൈപ്പിസ്റ്റിന്റെ ഈ പറഞ്ഞ കേസിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഒരു ലിസ്റ്റ് ഇടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ LD ടൈപ്പിസ്റ്റ് വേരിയസിലുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ പലരും അങ്ങോട്ടേക്ക് ചാടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് PSC നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് അത്യാവശ്യം വലിയ ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും മിക്കവാറും പ്രസിദ്ധീകരിക്കുവാൻ സാധ്യതയുള്ളത്. കാണുന്ന പല ലിസ്റ്റുകളിൽ നിന്നും ഇത്രയും 200 ഇത്ര നിയമനം നടന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ NJD ഡിലീഷൻ അങ്ങനെയൊക്കെ പോയതിന്റെ പേരിലാണ് അത്രയും നിയമനം നടന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾ ആലോചിക്കണം. നെഗറ്റീവ് ആലോചിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സാധ്യതകളാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുന്നിലാണെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ജോലി കിട്ടുമെന്നുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള NJDs ഒക്കെ നടക്കുമ്പോൾ അതും ഒരു സാധ്യത നമ്മളെ വർദ്ധിപ്പിക്കും. അപ്പൊ ഈ ഒരു പോസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങൾ വേരിയസും അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ബോർഡ് എടുത്ത് ഇതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഒഴിവുകളാണ്. യെസ്. അപ്പൊ ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് 2026 ഇനിയുള്ള സാധ്യതാ എക്സാമുകൾ. സാർ അപ്പൊ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതാണ്ട് നിങ്ങൾ നോക്കിയ മക്കളെ, അതാണ്ട് ഇത്രയും ഇതല്ല ഇനിയുണ്ട്. സാർ ഇത് ഇവിടെ നോക്കിയേ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഇങ്ങനെ ടൈപ്പിസ്റ്റ് എന്നൊരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് നല്ലൊരു ചാൻസ് ആണ്. സത്യസന്ധമായിട്ട് പറയാം, ഇവിടെ നിയമനങ്ങൾ വളരെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന അത്ര നിയമനം നടക്കില്ല. എങ്കിൽ പോലും ഈ നോട്ടിഫിക്കേഷൻ നിലവിൽ വിളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെയും ജോലി കിട്ടി പോകും. സാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അങ്ങനെ ഈ ഒരു തസ്തിക വിളിച്ച് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കണം ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പം നിയമനം നടക്കാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കുക, കുറേയേറെ എന്താണ് നിയമനങ്ങൾക്കുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓവറായിട്ട് പ്രതീക്ഷ വെക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് പറയാണ് സാറേ. അപ്പൊ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നോർമലി ഇപ്പൊ വിളിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇനി വിളിക്കാൻ സാധ്യത 2026 തന്നെ വിളിക്കാൻ ഉറപ്പായും സാധ്യതയുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ഇതൊക്കെ വളരെ ഒരു നല്ല ഒരു എന്താണ് പോസ്റ്റുകൾ തന്നെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള ഒരു ഡിമെറിറ്റ്സ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ
ഹയർ ക്വാളിഫിക്കേഷൻ നേടിയവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ചോ, ടൈപ്പിസ്റ്റിന് വേണ്ടി പഠിച്ചോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അവസരം കൂടി ഉണ്ട്. ഇവിടെ ഈ പറയുന്ന ഏതെങ്കിലും തസ്തികയിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റിൽ പേര് വരും. ഇനിയിപ്പോ നിങ്ങൾക്ക് കേരളത്തിന്റെ തലസ്ഥാനത്തിലൊക്കെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ശ്രമിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആവാം. സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ഇവർക്ക് പലർക്കും ചിലപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അവർ ഹയർ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, ഈ അസിസ്റ്റന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതാണ്. ഇതിവിടെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പഠിക്കുന്ന LD ടൈപ്പിസ്റ്റിന്റെയും കമ്പനി ബോഡി ടൈപ്പിസ്റ്റിന്റെയും സെയിം സിലബസ് ആണ് ആർക്കും ഉള്ളത്. യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി, ബാക്കി എല്ലാ എക്സാമിനും ആ ഒരു നോളജ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഹൈക്കോർട്ട് കമ്പ്യൂട്ടറിസ്റ്റ് ഉണ്ട്, ഹൈക്കോർട്ട് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ്. സാർ ഇത് എനിക്ക് തോന്നുന്നു 2024 ഒരു എക്സാം നടന്നിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോഴാണ് ഈ വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് വരുന്നത്. ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റ്, അങ്ങനെ ഇത്ര എക്സാംസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം എടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു 2026 അവസാനിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു എക്സാംസ് എല്ലാം നമുക്ക് എഴുതി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പഠിക്കുമ്പോഴത്തേക്ക് സാറേ ഞാൻ അതും കൂടി ഒന്ന് പറയട്ടെ. നമ്മൾ ഈ പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കറിയാം ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. കാരണം ഈ ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് അതിനെ അനാലിസിസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയാൽ തന്നെ ഇവർക്ക് ഈ വരാൻ പോകുന്ന എക്സാമിൽ ഒരുവിധം റാങ്ക് ലിസ്റ്റിൽ കയറാൻ പോകുന്ന അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫിലേക്ക് ഇവർക്ക് വരാൻ പറ്റും. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇവർ മാക്സിമം പ്രൊഡക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും, അല്ലെ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നു 2019 ശേഷം നടന്ന എക്സാമുകളിലാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്, അതായത് ഈ 40 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് എന്ന് പറയുന്ന നമ്മുടെ വേഡ്, എക്സൽ, പവർ പോയിന്റ്, ഫണ്ടമെന്റൽസ്, ടൈപ്പ് റൈറ്റർ എന്നുള്ള ആ ഒരു ഏരിയ വന്നു തുടങ്ങി. അതിന് മുമ്പ് GK ആയിരുന്നു കൂടുതലും. പക്ഷെ ആ ഒരു ട്രെൻഡ് മാറിയതിനു ശേഷമുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങൾ വിശകലനം ചെയ്താൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ടൈപ്പിസ്റ്റ് എക്സാമുകളുടെ ചോദ്യങ്ങൾ ഏത് രൂപത്തിലായിരിക്കും വരുന്നത്. കൂടുതലും ഇപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടപ്പോഴത്തേക്ക് കൂടുതലും ഈ കീബോർഡ് ഉണ്ടല്ലോ, കീബോർഡ് ഓപ്പറേഷൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് ഉള്ളിലിറങ്ങി ചോദിച്ചതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിൽ നമുക്ക് പഠിക്കണം, അല്ലെ? ആ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് നല്ല രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസ് എടുത്തിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് 40 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത്, പ്ലസ് 10 മാർക്ക് ടൈപ്പ് റൈറ്ററിനെ നിങ്ങൾ പാലിച്ച ഒരു ഇതായിട്ട് തോന്നണ്ട. കാരണം ഇതിൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടൂടെ. നന്നായിട്ട് പഠിക്കും, ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ 10 മാർക്കിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്ന, അതായത് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊരു 3-4 ദിവസം കണ്ടിന്യൂസ് റിവിഷൻ ചെയ്താൽ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ 40 മാർക്ക്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും എനിക്ക് എത്ര മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 40-ൽ എനിക്കൊരു 35 മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇവിടെ 35, അതുപോലെ തന്നെ ഈ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മാർക്ക് PSC ക്യാൻസൽ ചെയ്യാൻ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് വരുന്നു. പിന്നെ വരുന്ന സമയത്ത് എത്ര മാർക്കാണ് സാറേ? 10 മാർക്ക് GK വരുന്നുണ്ട്. അപ്പൊ GKയിൽ നമുക്കൊരു ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ത് പഠിച്ചാലും എന്ത് ചോദ്യമായിരിക്കും വരുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ GK പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് അത് തീരത്തില്ല. അല്ല, പിന്നെ ഒരു ഇതിനകത്തുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലരും ഇനി വരുന്ന കമ്പനി ബോർഡ്, LGS അങ്ങനെയുള്ള എക്സാംസ് അപ്പൊ അങ്ങനെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ 10 മാർക്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 മാർക്ക് ഉറപ്പാണ്. കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അതിനകത്ത്. പിന്നെ കറണ്ട് അഫയേഴ്സ് നല്ല ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് ചില കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ച എക്സാമിന്റെ 8 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത. അപ്പൊ 40 + 10 50 + 10 60 മാർക്കായി. പിന്നെയാണ് നമുക്ക് 20 + 20, അതായത് 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം. അതായത് ഇതിനകത്ത് നിങ്ങൾ കരുതുക, മലയാളത്തിൽ എനിക്കൊരു 17 മാർക്ക് സ്കോർ ചെയ്യണം, ഇംഗ്ലീഷിൽ എനിക്കൊരു 15 മാർക്ക് സ്കോർ ചെയ്യണം. ഇത് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാതിരുന്നാൽ തന്നെ നമ്മൾ പറഞ്ഞ ഒരു നല്ല മാർക്ക് റേഞ്ചിൽ ഒരു 75 മാർക്കിന് മുകളിലേക്ക് നിങ്ങളെ ഉറപ്പായിട്ടും മാക്സിമം നമ്മൾ ഈ ആശയക്കുഴപ്പം വന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഉപദേശം. കാരണം നമ്മൾ കറക്കി കുത്തിയാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, ഉള്ള മാർക്കും കൂടി ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. 75 മാർക്ക് വാങ്ങിയ ആള് ഒരു കൺഫ്യൂഷനെ പുറത്ത് പല
ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആയതിനു ശേഷം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാർ ഇവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ GK കാര്യം പറഞ്ഞല്ലോ, GK. അപ്പൊ നമ്മൾ ഈ GK എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ ഏത് രീതിയിലുള്ള ചോദ്യം വരും എന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേർഡ് പ്രോസസ്സിംഗിന്റെ ഭാഗവും ഈ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗവും ആ 50 മാർക്കിൽ ഒരു 45 മാർക്കെങ്കിലും സാധാരണ രീതിയിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. കാരണം ഭയങ്കര റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത അങ്ങനെ ചോദ്യം ചോദിക്കത്തില്ല. നമ്മുടെ സിലബസിനകത്തുള്ളത് മുഴുവനും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞ ആ ഒരു 45 മാർക്ക് പോട്ടെ, 50 മാർക്കും ചിലർ വാങ്ങുമായിരിക്കും, അത്രയും വാങ്ങാൻ കഴിയുമെന്നുള്ളത്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പലരും സാറേ ഒരു 85 അല്ലെങ്കിൽ 80 മാർക്കൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അറിയാത്ത ചോദ്യങ്ങളിൽ പോയി, അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം മലയാളം ആവാം, അറിയാത്ത ചോദ്യങ്ങളിൽ പോയി കൈവെക്കും. ഈ 80 മാർക്ക് നേരെ അടിച്ച് ചിലപ്പോൾ ഒറ്റയടിക്ക് എന്താക്കും? ചിലപ്പോൾ ഒരു 65 മാർക്കൊക്കെ. ഇതാണ് പല ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് പരീക്ഷകളുടെ ഒരു, അത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, പറയാൻ കഴിയില്ല. പരീക്ഷകളിൽ കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ, എക്സാം സെന്റർ ദൂരെ ആണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന ആ ഒരു ടയർഡ്നെസ്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. നമ്മളിപ്പോ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഒരുവിധം കോൺഫിഡൻസ് വരുന്നുണ്ട് സാർ എന്ന് പലരും എന്നോട് വിളിച്ചിങ്ങനെ പറയാറുണ്ട്. കോൺഫിഡൻസ് വരും. അത് ഏത് എക്സാംസ് ആണെങ്കിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് കൂടുതൽ മോക്ക് ടെസ്റ്റ് തരൂ എന്നാണ് പലരും പറയുന്നത്. പോൾസും അങ്ങനെയൊക്കെ മാക്സിമം എക്സാംസ് ചെയ്യുക. എക്സാംസ് ചെയ്യുന്ന സമയത്ത് തെറ്റുന്ന ചോദ്യങ്ങളുടെ ആ ഒരു സോഴ്സ് കണ്ടെത്തി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് മാറ്റുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഈ തുടക്കക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് പഠിക്കൂ, ഒരു 2 മാസം നിങ്ങൾ പഠിക്കൂ. 2 മാസം പഠിക്കുമ്പോൾ തുടക്കത്തിലുള്ള നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കത്തില്ല ഈ 2ാമത്തെ മാസം ആ ഒരു ട്രാക്കിൽ കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും എനിക്ക് ഇങ്ങനെ പഠിക്കാം, എനിക്ക് ഇങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും, നമുക്ക് പലരും പറയുന്ന നെഗറ്റീവുകളാണ് നമ്മളെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്നത്. അങ്ങോട്ടോ ചലിപ്പിക്കാതെ നമ്മളെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്നത് നെഗറ്റീവുകളാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക മക്കളെ. പഠിച്ചു കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്കിപ്പം ഈ കിട്ടുന്ന കണ്ടന്റിനേക്കാൾ കൂടുതൽ എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഡെയിലി ഞാൻ അത്രയും കാര്യങ്ങൾ കവർ ചെയ്യും എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ നമ്മുടെ ഈ LDC അല്ലെങ്കിൽ അതുപോലുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു സിലബസ് ഇറക്കുന്നുണ്ട്. ആ സിലബസിനകത്ത് ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും വരുന്നത്. കാരണം ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മുന്നേ നടന്ന ഒരു 10-15 ടൈപ്പിസ്റ്റ് ലെവലുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ GK-യിൽ 1-2 ചോദ്യങ്ങൾ വരുമായിരിക്കാം. പക്ഷെ നമ്മുടെ ഈ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ആ ഒരു 50 മാർക്ക്, ടൈപ്പ് റൈറ്ററിന്റെ 10ഉം പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ ഒരു 40 മാർക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആ മുഴുവൻ മാർക്കും മേടിച്ചെടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ജനറൽ PSC പഠിക്കുന്ന പോലെ വായിച്ചല്ല പഠിക്കണം, പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കണം. നിങ്ങൾ കുറെ തിയറി ഇങ്ങനെ വായിച്ച് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പ്രാക്ടിക്കലി കണ്ട് പഠിക്കണം. ഒരു 10 തവണ തിയറി വായിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ ആ തിയറി വായിക്കുന്നതിനോടൊപ്പം പ്രാക്ടിക്കലി അതൊന്ന് ചെയ്ത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ കൂടി കണ്ടു. മെയിൽ മെർജിങ് എന്നൊരു ടോപ്പിക് ഉണ്ട്. മെയിൽ മെർജിങ് എല്ലാവരും കാണാതെ പഠിക്കും. ഇത്ര കമ്പോണൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അത് പ്രാക്ടിക്കലി ഒരു വീഡിയോ കണ്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ഇവർ മാർക്ക് അടിച്ചെടുക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല ആശംസ കൊടുത്തിട്ട് നന്നായിട്ട് പഠിക്കൂ. അപ്പൊ ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വീഡിയോ കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ടൈം ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, അടുത്ത മാസം തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ഉറപ്പായിട്ട് തുടങ്ങും. അങ്ങനെ വേണ്ട, ഇപ്പൊ തന്നെ തുടങ്ങുക. നിങ്ങൾ ഇപ്പൊ തന്നെ കുറച്ച് തുടങ്ങുക. ഒരു ദിവസം ഫുള്ളും അല്ലെങ്കിൽ 15 മണിക്കൂർ 20 മണിക്കൂർ അങ്ങനെയല്ല, ഒരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും, ഒരു മണിക്കൂർ ആ ഒരു ലെവലിൽ പഠിച്ചു തുടങ്ങുക. 4 മണിക്കൂർ കൊണ്ട് ഒരു പക്ഷേ കമ്പ്യൂട്ടറിന്റെ നമുക്കൊരു 3 ടോപ്പിക്കെങ്കിലും, ടൈപ്പ് റൈറ്ററിന്റെ ഒരു 4 ടോപ്പിക്കെങ്കിലും പഠിച്ചു തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ചില ടോപ്പിക്കുകൾ നമുക്ക് പെട്ടെന്ന് പഠിക്കുക. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ മൊഡ്യൂൾ എടുക്കുക, ആ മൊഡ്യൂളിൽ നിന്ന് ഓരോ ടോപ്പിക് വീതം ഈ 4 മണിക്കൂർ കൊണ്ട് പഠിക്കുക. അത് പഠിക്കുക എന്ന് പറയാൻ നമുക്ക് ഒറ്റയടിക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നീട് നമ്മൾ ഓരോ ആഴ്ചയ്ക്ക് ശേഷം സിലബസ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇന്ന് തന്നെ മുഴുവൻ പഠിച്ചു തീർക്കും എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല. ഓരോ ആഴ്ച കഴിയുന്നതോറും അത് വീണ്ടും റിവിഷൻ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പഠിക്കുന്നവരെല്ലാം അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പ്ലാനിങ്, ആസൂത്രണം വേണം, പ്ലാനിങ് വേണം കേട്ടോ, പ്ലാനിങ് വേണം. അപ്പം ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ LD ടൈപ്പിസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല.
കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ പരീക്ഷ എഴുതി കഴിയുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ വിചാരിക്കുന്നത് ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യും. അതായത് ഇപ്പൊ കട്ട് ഓഫ് ഒരു 63 വരുന്നുവെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന ഒരു 58 മാർക്കായിരിക്കും. അപ്പൊ ഒരു 4 മാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് കൊണ്ടായിരിക്കും പോയത്. എന്റെ ആ ഒരു പേര് അല്ലെങ്കിൽ എന്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടുന്ന എന്റെ ആ ഒരു പേര് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ എന്ന് മാത്രം ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കും. പിന്നീട് ആ റാങ്ക് ലിസ്റ്റിൽ സപ്ലിയിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ആഗ്രഹിക്കും മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റിൽ എത്തി ജോലി വാങ്ങുന്നത്. തുടക്കത്തിലെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിജയിച്ചവർ. അപ്പോ നമുക്കിപ്പോ പറയേണ്ടത് എന്താണ്, എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് ടൈം ഉണ്ട്, മാക്സിമം നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, അല്ലേ സാർ? അതെ മാക്സിമം. അതായത് ഈ നിമിഷം നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക് എടുത്ത് അങ്ങ് പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് ഒരു എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു ടോപ്പിക്കെങ്കിലും പഠിച്ച് അതൊരു ട്രാക്കിലേക്ക് എത്തിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വാശിയാവും. ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ തന്നെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് അതൊക്കെ. അപ്പൊ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് ഉഷാറായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അവര് നന്നായിട്ട് നല്ല എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നതെന്ന് അത് കുട്ടികൾ പറയുന്നുണ്ട്. കാരണം എന്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു അതാണ് നമ്മള്. പക്ഷെ അതൊരു സന്തോഷം തന്നെയാണ് സാർ. കാരണം സ്റ്റുഡൻസ് വിളിച്ചിട്ട് സാർ ഇങ്ങനെയാണ് സാർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു, അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പമുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് പേഴ്സണലി ഒരു ആസ് എ ടീച്ചർ നമുക്ക് എന്താണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ PSCയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തും, അല്ലേ സാർ? അപ്പൊ നന്നായിട്ട് പഠിക്കുക മക്കളെ. എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഒരു നെഗറ്റീവുകളെയും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം നെഗറ്റീവ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു. 2019 മുതൽ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവ് ആണ്. പക്ഷെ ഇന്നും നല്ല രീതിയിൽ തന്നെ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട് ടൈപ്പ് ലിസ്റ്റുകളിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇനിയുള്ള വർഷങ്ങളിലും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ജോലി കിട്ടുന്നവരെയെങ്കിലും ഈ ഒരു പോസ്റ്റിൽ നിയമനം നടക്കും എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസം അതോടുകൂടി മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ ഒപ്പം ഉണ്ട് അവരുടെ കൂടെ, നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു.